മലയാളികൾ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലേക്കാണ് നോക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഓമിയെയും. ഓമിയുടെ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ പ്രേക്ഷകർ അങ്ങോട്ട് ചോദിക്കാറാണ് പതിവ്. ഇപ്പോഴിതാ ഓമിയുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ പ്രേക്ഷകർ തന്നെ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. ഇവരുടെ എല്ലാ വ്ളോഗുകളിലും കാണുമ്പോൾ അശ്വിൻ്റെ വീട്ടുകാരെ ഒന്നും കാണുന്നില്ല. ഓമി ഏറ്റവും അടുപ്പം കൃഷ്ണകുമാറുമായിട്ടാണ്. അതുപോലെ ഇഷാനിയുടെ സുഹൃത്തായ അർജുനുമായും നല്ല അടുപ്പത്തിലാണ്. എന്നാൽ അശ്വിനുമായി ചെറിയൊരു അകൽച്ചയുള്ളതുപോലെ എല്ലാവർക്കും തോന്നുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞ് അവൻ്റെ അച്ഛനെ ഓമി കണ്ടപ്പോൾ വളരെയധികം സന്തോഷവാനായിരുന്നു എന്ന് പറയുന്നു. അശ്വിൻ്റെ വീട്ടുകാരുമായി ഇങ്ങനെ സൗഹൃദത്തിൽ നിൽക്കുന്ന വീഡിയോ അധികവും കണ്ടിട്ടില്ല. അധികവും അങ്ങനെയല്ല വീഡിയോ കാണുന്നത്. ദിയയുടെ വീട്ടുകാരുമായിട്ടാണ് ഓമിയുടെ അടുപ്പമെല്ലാം. അപ്പൂപ്പനാണ് ശരിക്കും പറഞ്ഞാൽ ഓമിക്കെല്ലാം എന്ന് ദിയ തന്നെ പറയുന്നുണ്ട്. അത് ഓമിയുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. എന്നാൽ അശ്വിൻ്റെ അച്ഛനടുത്ത് അടുപ്പം ഓമിക്ക് അത്രയുമില്ല. അവർ കാണുന്നുമില്ല എന്നതാണ് യഥാർത്ഥ വശം. ബിസിനസ് തിരക്കിലാണ് ഇപ്പോൾ അശ്വിൻ്റെ വീട്ടിൽ എല്ലാവരും. മീനമ്മയ്ക്ക് സ്വന്തമായി തന്നെ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമായതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കിൽ നിൽക്കുകയാണ് എന്നറിയാം. എന്നാൽ ദിയയുടെ വ്ളോഗിലെല്ലാം തന്നെ ദിയ അശ്വിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യവും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യവും അശ്വിൻ വീട്ടിൽ പോയേക്കുന്നു എന്നൊക്കെ പറയുന്നതും കേൾക്കാൻ സാധിക്കുന്നു. എന്നാൽ കടുത്ത വിമർശനമാണ് പ്രേക്ഷകർ പലരും ഇപ്പോൾ ഈ ഒരു വാർത്തയെ പ്രതികരിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ വളരെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അശ്വിൻ ഇപ്പോൾ ദിയയുടെ ജീവിതത്തിൽ വലിയ റോളില്ല എന്നാണ് വാദിക്കുന്നത്. കുഞ്ഞിന് അശ്വിൻ്റെ ചായയാണെന്ന് പറയുന്നത് ദിയാകൃഷ്ണയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എപ്പോഴും ഈ വാദത്തെ തിരസ്കരിക്കാനുള്ള ശ്രമങ്ങൾ ദിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ദിയ കുറച്ചധികം പൊസസീവാണെന്ന് എല്ലാവർക്കും അറിയാം. കുഞ്ഞിനെ അങ്ങനെ എല്ലാവരും എടുക്കുന്നത് പോലും ദിയയ്ക്ക് ഇഷ്ടമല്ല. ദിയയ്ക്ക് തീരെ പറ്റാത്തപ്പോൾ മാത്രം കുഞ്ഞിനെ ആരെങ്കിലും എടുത്ത് സഹായിച്ചാൽ മതി എന്നാണ് ദിയ തന്നെ പറയാറുള്ളത്. എന്നാൽ ദിയയുടെ വീട്ടിൽ അങ്ങനെയല്ല. ദിയയുടെ വാക്ക് കേൾക്കാൻ തയ്യാറാകാതെ തന്നെ ആഹാരം ഉൾപ്പെടെ എല്ലാവരും ഓമിയെ എടുക്കാറും കൊഞ്ചിക്കാറും ഉമ്മ വയ്ക്കാറും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ദിയയുടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. ദിയയ്ക്ക് അങ്ങനെ ആരും എടുക്കുന്നതിനെക്കുറിച്ച് താല്പര്യവുമില്ല. കുട്ടിയെ കുടുംബത്തിലുള്ളവർ പോലും ഉമ്മ വയ്ക്കുന്നതോ എടുക്കുന്നതോ ഇഷ്ടമല്ല എന്ന് ദിയ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എടുക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എടുക്കുന്നതിൽ പ്രശ്നമില്ല. ഇങ്ങനെയാണ് ദിയ തന്നെ പറഞ്ഞിട്ടുള്ളത്. ദിയയ്ക്ക് ദിയയുടെ കുഞ്ഞ് എന്ന നിലയിൽ ഓമിയോടുള്ളൊരു വളരെയധികം അടുപ്പമാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തിലാണ് ഇപ്പോൾ ദിയയെക്കുറിച്ച് സംസാരിക്കുന്നത്. ദിയ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കുടുംബവുമായി വളരെയധികം സമയം ഇപ്പോൾ ദിയ ചിലവഴിക്കുന്നുണ്ട്. ഒരു സമയത്ത് ദിയ അങ്ങനെ ചിലവഴിച്ചിട്ടേയില്ല. മുഴുവൻ സമയം ട്രിപ്പും പുറത്ത് സുഹൃത്തുക്കളോടൊപ്പവുമായിരുന്നു. എന്നാൽ കുഞ്ഞായതിനു ശേഷം ഭൂരിഭാഗം സമയം വീട്ടിൽ ചിലവഴിക്കുന്നത് നല്ലതാണ് എന്നും കുറച്ച് അശ്വിൻ്റെ വീട്ടിലും കൂടി ചിലവഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാകുമെന്നുമാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നത്. ഇതോടെ തന്നെ നല്ല രീതിയിലുള്ള പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ദിയയെക്കുറിച്ച് പലരും ഇത്തരത്തിൽ പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.